നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിപ്പൂരിൽ വീണ്ടും പ്രക്ഷോഭം. കണ്ണീർവാതക ഷെൽ ഉപയോഗിച്ചതിനെ തുടർന്ന് ഗർഭിണി മരിച്ചു. അരിയിൽ ഷുക്കൂർ വധക്കേസ്. CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷിനും തിരിച്ചടി. ലെബനനിൽ സ്ഫോടനം. അടിയന്തര യോഗം വിളിച്ച UN രക്ഷാസമിതി. മലപ്പുറത്ത് എംപോക്സ്. യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് 30 പേർ. കാലാവസ്ഥ അനുകൂലം. അർജുനായുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ കഴിഞ്ഞയാഴ്ച നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പോലീസും സുരക്ഷാ സേനയും കണ്ണീർവാതക ഷെല്ല് ഉപയോഗിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ഗർഭിണി മരിച്ചു. യുവതിയുടെ വയറ്റിൽ നിന്നെടുത്ത കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു. മരണവാർത്തയറിഞ്ഞ് ജനക്കൂട്ടം പ്രക്ഷോഭത്തിനായി തയ്യാറെടുത്തെങ്കിലും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സമര നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജനക്കൂട്ടം പിരിഞ്ഞു പോവുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ജിരിബാം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് അജ്ഞാതരായ അക്രമികളുടെ പുതിയ വെടിവയ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കർഫ്യൂ പിൻവലിച്ചതിനെ തുടർന്ന് ഇംഫാലിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ക്വാക്കയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം പിരിച്ചുവിടുന്നതിനാണ് പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചത്. പോലീസിനു നേരെ പ്രതിഷേധക്കാർ വെടിവയ്പ് നടത്തുകയും ചെയ്തു. സെപ്റ്റംബർ 12-ന് മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നടന്ന പ്രതിഷേധത്തിനിടെ വീടിനു സമീപം പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനെ തുടർന്നാണ് ഗർഭിണിയായ സഞ്ജിത ദേവി അസ്വസ്ഥത മൂലം ആശുപത്രിയിലായത്. കുഞ്ഞു മരിച്ചതിനു പിന്നാലെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരുന്നു. ഇതിനിടെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചു. അസം അതിർത്തിക്കടുത്തുള്ള ജിരിബാമിൽ സായുധ സംഘങ്ങൾ വെടിവയ്പ് നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവയ്പ് അരമണിക്കൂറിലധികം നീണ്ടു. ഇംഫാൽ വെസ്റ്റിലെ സംഗായിപ്രുവിൽ ബോംബ് സ്ഫോടനത്തിൽ 3 വീടുകൾ തകർന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ബോംബ് പൊട്ടിയതാണോ അതോ അക്രമികൾ ആക്രമണം നടത്തിയതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. FCI ഗോഡൌണിന് തൊട്ടടുത്താണ് സ്ഫോടനം നടന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായ CPM നേതാക്കൾ P. ജയരാജനും TV രാജേഷിനും തിരിച്ചടി. തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി എറണാകുളത്തെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു ജയരാജനും രാജേഷിനുമെതിരെ CBI ചുമത്തിയിരുന്നത്. ഇതിനെതിരെയാണ് നേതാക്കൾ കോടതിയെ സമീപിച്ചത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ തങ്ങൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും വിചാരണ ആവശ്യമില്ലെന്നുമായിരുന്നു ഇരുവരുടെയും വാദം. ഈ ആവശ്യം കോടതി നിരാകരിച്ചതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇനിയുള്ള മാർഗം. അല്ലാത്തപക്ഷം ഇരുവർക്കും കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന വാദത്തിനിടെ നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇവർക്കെതിരെ തെളിവുകളുള്ളതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അരിയിൽ ഷുക്കൂർ വധക്കേസ് ചർച്ചയായിരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P. ജയരാജനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി അഭിഭാഷകൻ TP ഹരീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിരുന്നു ഇടപെടലെന്നും ഹരീന്ദ്രൻ പറഞ്ഞിരുന്നു. 2012 ജനുവരി 20-നാണ് MSFന്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ ചെറുകുന്ന് കീഴറയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ജയരാജനും രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പിന് സമീപത്തുള്ള പട്ടുവത്ത് വെച്ച് തടഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ച് മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. കേസിൽ ഓഗസ്റ്റ് 1-ന് അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 27-ന് ഹൈക്കോടതി ജയരാജന് ജാമ്യം നൽകി. 2016 ഫെബ്രുവരി 8-ന് കേസ് ഹൈക്കോടതി CBIക്ക് വിട്ടു. 2019 ഫെബ്രുവരി 11-ന് P. ജയരാജൻ, TV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ CBI തലശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 34 പ്രതികളാണ് കേസിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20 പേരുടെ മൊഴികൾ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടാനാണ് SIT തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച കേസെടുക്കുന്നത് ഹൈക്കോടതി ഒക്ടോബർ 3-ന് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിൽ അതിവേഗം നടപടി അന്വേഷണ സംഘം പൂർത്തിയാക്കും. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെ നേരിട്ട് കണ്ട് സംഘം ഉടൻ മൊഴി രേഖപ്പെടുത്തും. ഒരാഴ്ചയ്ക്കകം 4 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും മൊഴിയെടുക്കൽ. റിപ്പോർട്ട് താമസിയാതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവിയും അന്വേഷണ സംഘ തലവനുമായ H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ചേർന്നത്. അന്വേഷണത്തെ സംബന്ധിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിനും യോഗം രൂപം നൽകിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ നിരവധി പേരാണ് സിനിമയിൽ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നുപറഞ്ഞ് രംഗത്തെത്തിയത്. ഇതിൽ പലരും പരാതി നൽകാൻ തയ്യാറായിരുന്നു. ഈ പരാതികളിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പുറമെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് നടപടിയെടുക്കാൻ ഹൈക്കോടതി SIT നിയോഗിച്ചിരുന്നു.
സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ശേഷമാണ് ഹൈക്കോടതി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച് SIT കോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. P. ജയരാജൻ പറയുന്നത് പോലെ IS-ന് റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇത് സംബന്ധിച്ച ആധികാരികമായ വിവരങ്ങളോ ഇന്റലിജൻസ് റിപ്പോർട്ടോ ഉണ്ടോ എന്നും സതീശൻ ചോദിച്ചു. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു, എന്നിട്ട് സിറിയയിൽ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. CPMന്റെ ഉന്നത നേതാവ് P. ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരാരോപണം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ ഇത്തരം റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന സമിതി അംഗം ആരോപിക്കുന്നുവെന്നതും ഏറെ ഗൗരവതരമാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് P. ജയരാജൻ ഉന്നയിച്ചതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ആരോപണത്തിന് പിന്നാലെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ആരോപണം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. P. ജയരാജന്റെ നിലപാട് തന്നെയാണോ CPMനെന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അതിനിടെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവന വിവാദത്തിൽ പ്രതികരണവുമായി P. ജയരാജൻ രംഗത്തെത്തി. അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുവെന്നാണ് P. ജയരാജന്റെ വിശദീകരണം. IS-ലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല. മുമ്പ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും P. ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ ഇസ്ലാമിനെ CPM എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമെന്ന വാചകത്തോട് ശക്തമായ വിയോജിപ്പാണുള്ളതെന്നും ജയരാജൻ പ്രതികരിച്ചു. ലെബനനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു. ഈ ആഴ്ച യോഗം ചേരാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്. ലെബനനിലെ ഇലക്ട്രോണിക്സ് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് UN വ്യക്തമാക്കി. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ലെബനനിലെ വോക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ 9 പേർ കൊല്ലപ്പെട്ടു. 300 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റെന്നാണ് വിവരം. ഇന്നലത്തേതിന് സമാനമായ രീതിയിലാണ് ലെബനനിൽ ഉടനീളം പൊട്ടിത്തെറികൾ ഉണ്ടായത്. അതിനിടെ പേജർ ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ആണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭീകരർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളിൽ മൊസാദ് ഏജന്റുമാർ മുൻകൂട്ടി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ലെബനനിലുടനീളമുണ്ടായ സ്ഫോടനങ്ങളിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3000-നടുത്ത് പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള ഭീകരരെ മൊത്തത്തിൽ നാണം കെടുത്തിയ സ്ഫോടന പരമ്പര അമ്പരിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. അതിസങ്കീർണവും വിപുലവുമായ ആക്രമണമാണ് മൊസാദ് നടത്തിയത്. ഹിസ്ബുള്ളകൾ അടുത്ത മാസങ്ങളിൽ ഇറക്കുമതി ചെയ്ത പുതിയ ബാച്ചിലുൾപ്പെട്ട പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ ബ്രാൻഡിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പേജറുകൾ ഹാക്ക് ചെയ്ത് അതിന്റെ ബാറ്ററികൾ ചൂടാക്കി സ്ഫോടനം നടത്തുന്ന വിദ്യയാകാം പ്രയോഗിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനങ്ങൾ. എന്നാൽ സ്ഫോടന ദൃശ്യങ്ങൾ പരിശോധിച്ച വിദഗ്ധർ ഇത് തള്ളിക്കളയുന്നു. ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ പേരിലുള്ള സന്ദേശം പേജറുകളിലേക്ക് അയച്ചുകൊണ്ടാണ് ആക്രമണം തുടങ്ങിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിനുള്ള നിർദ്ദേശമായിരുന്നു ഈ സന്ദേശം. സ്ഫോടനങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു. ഹിസ്ബുള്ളയും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് ആരോപിച്ചെങ്കിലും ഇസ്രായേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിൽ അന്വേഷണമില്ലെന്ന് വിജിലൻസ്. നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അന്വേഷണത്തിന് പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടലിന്റെ ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ. അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെയെന്നും വിജിലൻസ് വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം വേണ്ടെന്ന നിലപാടിലേക്കെത്തിയത്. അതേസമയം
വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് DGP മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശയിൽ തീരുമാനമായിട്ടില്ല. ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് DGP ഷെയ്ഖ് ദർവേസ് സാഹിബാണ് സർക്കാരിനെ ശുപാർശ നൽകിയത്. ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കോടികളുടെ ഭൂമി ഇടപാട്, കേസ് ഒഴിവാക്കാൻ കൈക്കൂലി സ്വീകരിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ADGPക്കെതിരെയുള്ളത്. PV അൻവർ MLAക്ക് പിന്നിൽ ബാഹ്യശക്തികളുണ്ടെന്നായിരുന്നു DGPക്ക് നൽകിയ മൊഴിയിൽ അജിത് കുമാറിന്റെ പരാമർശം. ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് DGP ADGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI വീണ്ടും ആവശ്യപ്പെട്ടു. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്നാണ് CPI ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഇത് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി. ഇതിനോട് യോജിക്കാനാവില്ല. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നും മല്ലികാർജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പ്രതികരിച്ചു. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അവരുടെ ശ്രമമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കൂടിയാലോചനാ പ്രക്രിയയിൽ പങ്കെടുത്തവരിൽ 80% പേരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന നിർദ്ദേശത്തിന് നല്ല പ്രതികരണം നൽകിയതോടെ പ്രതിപക്ഷത്തിന് ആന്തരിക സമ്മർദ്ദം അനുഭവപ്പെട്ടു തുടങ്ങിക്കാണും എന്നായിരുന്നു ഖാർഗെയുടെ മറുപടിയായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. യുവാക്കൾ പുതിയ നിർദ്ദേശത്തെ നന്നായി അനുകൂലിക്കുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയ റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ചത്. പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മലപ്പുറം ജില്ലയിൽ എംപോക്സ് സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് 30 പേർ. ഇതിൽ 23 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവർ വിദേശത്താണ്. സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ മാസം 13-നാണ് യുവാവ് UAE-യിൽ നിന്ന് കേരളത്തിലെത്തിയത്. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ യുവാവ് ടാക്സിയിലാണ് വീട്ടിലെത്തിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നതിന് മുൻപ് യുവാവ് നാട്ടിലെ ക്ലിനിക്കിലും ചികിത്സ തേടിയിരുന്നു. മലപ്പുറം ഒതായി സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം എംപോക്സ് സ്ഥിരീകരിച്ചത്. ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങളും പനിയുമായാണ് യുവാവ് ചികിത്സ തേടിയത്. സംശയം തോന്നിയ ഡോക്ടർ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന ഏർപ്പെടുത്തി. രോഗം സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ പ്രോട്ടോകോൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞു. എംപോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനയുണ്ടാകും. ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആർജികർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജൂനിയർ ഡോക്ടർമാർ നടത്തിവരുന്ന സമരം തുടരും. ജൂനിയർ ഡോക്ടർമാരുമായി അധികൃതർ നടത്തിയ രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സമരം തുടരുവാൻ തീരുമാനിച്ചത്. ഭൂരിഭാഗം ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചുവെങ്കിലും എഴുതി നൽകാത്തതിനാൽ ജോലി ബഹിഷ്കരിച്ച സമരം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് 30-അംഗ ഡോക്ടർ സംഘം ചീഫ് സെക്രട്ടറി മനോജ് പന്തുമായുള്ള ചർച്ചയ്ക്കായി സെക്രട്ടേറിയറ്റിൽ എത്തിയത്. ആരോഗ്യ സെക്രട്ടറി NS നിഗത്തെ നീക്കണമെന്ന ആവശ്യത്തോട് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ജൂനിയർ ഡോക്ടർമാർ സമരം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ചർച്ചയിൽ സമ്മതിച്ചത് പ്രകാരം വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ സർക്കാർ രേഖയായി പുറത്തിറക്കിയെങ്കിൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്.
ചർച്ച ഭംഗിയായി അവസാനിച്ചെങ്കിലും അതിൽ അറിയിച്ച കാര്യങ്ങൾ രേഖാപൂർവ്വം എഴുതി നൽകാൻ സർക്കാർ വിസമ്മതിച്ചു. സർക്കാരിന്റെ മനോഭാവത്തിൽ തങ്ങൾ ഏറെ നിരാശരാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ജോലിക്കു കയറണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ബംഗാളിൽ ജൂനിയർ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയാത്തത് ബംഗാളിലെ ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വെള്ളിയാഴ്ച പുനരാരംഭിക്കുവാൻ തീരുമാനം. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെ തുടരുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് ഡ്രെഡ്ജർ കാർവാർ തുറമുഖത്തു നിന്ന് ശിരൂരിലേക്ക് തിരിക്കും. പുഴയിലെ വേലിയിറക്ക സമയം അടിസ്ഥാനമാക്കി പാലങ്ങൾ കടക്കണം. വ്യാഴാഴ്ച വൈകിട്ട് ഡ്രെഡ്ജർ ശിരൂരിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനുള്ള ഡ്രെഡ്ജർ ഘടിപ്പിച്ച ഡെങ് ബോട്ട് കാർവാർ തീരത്തു നിന്ന് പുറപ്പെട്ടത്. 28.5 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള 3 അടി വരെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ഡ്രെഡ്ജറാണ് കാർവാർ തുറമുഖത്ത് എത്തിയത്. ഇന്നലെ വൈകിട്ട് ഡ്രെഡ്ജർ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടലെങ്കിലും കടലിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാലും മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും മാറ്റാൻ കാത്തുനിന്നതിനാലുമാണ് വരവ് വൈകിയത്. മണ്ണും പാറക്കെട്ടും മരങ്ങളും എടുക്കാനുള്ള ഒരു ഹിറ്റാച്ചി, ഡ്രെഡ്ജറിനെ പുഴയിലുറപ്പിച്ച് നിർത്താനുള്ള 2 ഭാരമേറിയ തൂണുകൾ, തൂണ് പുഴയിലിറക്കാനും പുഴയിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും കഴിയുന്ന ഒരു ക്രെയിൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഗംഗാവലി പുഴയിലെ 2 പാലങ്ങളാണ് ഡ്രെഡ്ജർ അടങ്ങിയ ബോട്ട് എത്തിക്കാനുള്ള ഒരു പ്രധാന വെല്ലുവിളി. നാവികസേനയുടെ സംഘം നാളെ ഗംഗാവലി പുഴയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. ലോറി ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് പുഴയുടെ അടിത്തട്ടിൽ സോണാർ പരിശോധനയും നടത്തും. ശേഷമാകും ഡ്രെഡ്ജിംഗ് രീതി തീരുമാനിക്കുക. ടങ്ക് ബോട്ടിലെ തൊഴിലാളികളുടെയും ദൗത്യസംഘത്തിന്റെയും സുരക്ഷ കൂടി കണക്കിലെടുത്താകും തെരച്ചിൽ എങ്ങനെ തുടരണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.